لله نحمده ونستعينه ونستغفره ونستهديه به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين في أموالهم حق معلوم للسائل والمحروم സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ലോകൈക നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയുടെ ഏതാണ്ട് അവസാന ഭാഗത്ത് സകാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു സൂചന നൽകിയിരുന്നു. അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചു തന്ന സമ്പത്ത്, അതിൻ്റെ അവകാശികളായി ഇസ്ലാം പഠിപ്പിച്ച, അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന വിഭാഗങ്ങൾക്ക് നൽകണം.
അത് കൊടുക്കുന്നവന്റെ ഔദാര്യമല്ല, ആ പറയപ്പെട്ട 8 വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ അവകാശമാണ് എന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് 5 സ്തംഭങ്ങളിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ 5 തൂണുകൾക്ക് മുകളിൽ നിർമ്മിക്കപ്പെട്ട ഇസ്ലാം, അതിലെ ഓരോ തൂണും ഓരോ സ്തംഭങ്ങളും ആ 5 കാര്യങ്ങളും വിശ്വാസികൾ കൃത്യമായി മുറ പോലെ പാലിക്കുക, പരിഗണിക്കുക എന്നത് അനിവാര്യമാണ്. അതിലെ ഒന്നാമത്തത് വിട്ടുകൊണ്ട് ബാക്കി 4 എണ്ണം എടുത്താൽ, അതല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതെടുത്ത് ഇഷ്ടമില്ലാത്തത് പ്രയാസമുണ്ടാക്കുന്നത് മാറ്റിവെക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. ഇസ്ലാമിലെ ഒരു അംഗം അവൻ മുസ്ലിമാകുന്നത് അവന്റെ രൂപത്തിലോ അവന്റെ ഭാവത്തിലോ അവന്റെ തറവാടിന്റെയോ അവന്റെ പേരിന്റെയോ അടിസ്ഥാനത്തിലല്ല. ബാഹ്യലോകത്ത് നമ്മൾ ആളുകളുടെ രൂപം കണ്ടുകൊണ്ട് അവന്റെ തറവാടിന്റെ പേരില്, അവന്റെ സൗന്ദര്യത്തിന്റെ പേരില്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില കാരണങ്ങളുടെ പേരിൽ അവനൊക്കെ ഇതിലാണ്, അവനൊക്കെ മുസ്ലിമാണ്, അവനൊക്കെ അമുസ്ലിമാണ്, ഇങ്ങനെ വേർതിരിക്കും. ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുന്നത് അവൻ ഉമ്മയോ അവന്റെ ഉപ്പയോ അവന്റെ വല്ലിപ്പയോ അതല്ലെങ്കിൽ അവന്റെ പ്രപിതാക്കൾ അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും നോക്കിയല്ല, മറിച്ച് അവനവന്റെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്പത്തുമായി സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സക്കാത്ത് കൊടുക്കുന്ന ആ ആളുകൾ മുസ്ലിമായി മാറും, അല്ലെങ്കിൽ ഒരാൾ മുസ്ലിം ആകുന്നത് സക്കാത്ത് കൊടുക്കുമ്പോൾ മാത്രമേ എന്ന് മറ്റൊരു സൂറത്ത് തൗബയിൽ അല്ലാഹു സൂചിപ്പിക്കുന്നു. സൂറത്ത് മആരിജിൽ സക്കാത്ത് കൊടുക്കണം, അവരുടെ സമ്പത്തിൽ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്ന് പറയുമ്പോ ഈ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ആര് എന്ന് അല്ലാഹു സൂചിപ്പിക്കുകയാണ്. സൂറത്ത് തൗബയിൽ 11-ാമത്തെ വചനത്തിൽ ഫഇൻ താബു വഅഖാമുസ്സലാ, ഇനി അവർ തൗബ ചെയ്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ വആത്തുസ് സകാത്ത്, മാത്രമല്ല സകാത്തും കൊടുക്കുന്നുവെങ്കിൽ, ദുർമാർഗികളായി ജീവിക്കുന്ന ആളുകളെ ഇസ്ലാം പൂർണ്ണമായി സ്വീകരിക്കാതെ ഇസ്ലാമിന്റെ പാന്താവിലേക്ക് കടന്നു വരാതെ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയാ വഇൻ താബു, ഇനി അവർ തൗബ ചെയ്താൽ, കഴിഞ്ഞുപോയ പാപങ്ങളുടെ പേരിൽ തൗബ ചെയ്താൽ, വഅഖാമുസ്സലാത്ത്, നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ, വആത്തുസ് സകാത്ത്, സകാത്ത് കൊടുക്കുകയും ചെയ്താൽ, ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ മതത്തിലെ സഹോദരന്മാരാണ്. നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും തൗബ ചെയ്ത് റബ്ബിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വന്ന് നമസ്കരിച്ച് സകാത്ത് കൊടുക്കുന്നവനാണ് എങ്കിൽ അവൻ നിങ്ങളുടെ മതത്തിലെ സഹോദരനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അല്ലാതെ ഓന്റെ തറവാട് നോക്കിയിട്ട്, ഓന്റെ സമ്പത്ത്, സൗന്ദര്യം, ഓന്റെ മറ്റുള്ള ഹാവഭാവങ്ങൾ നോക്കിയിട്ട്, അവന്റെ ശരീരത്തിന്റെ രൂപഘടന നോക്കിയിട്ട്, അവന്റെ വസ്ത്രധാരണം നോക്കിയിട്ട് ഒന്നും അല്ല. അല്ലാഹു പറയാണ്, ഓൻ തൗബ ചെയ്ത് മടങ്ങി നമസ്കരിച്ച് സകാത്ത് കൊടുത്ത് മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ ഓങ്ങളെ കൂട്ടത്തിൽ ഇസ്ലാമിൽ ഉണ്ട് ട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. നോക്കിങ്ങള്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച്
സൂചിപ്പിക്കുന്നത് ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, നന്മയോട് അതിയായ ആഗ്രഹമുള്ളവനാണ് മനുഷ്യനെന്നാണ്. മാത്രമല്ല ദാലിക ഫളലുല്ലാഹി യുതീഹി മൻ യശാ, ആ സമ്പത്തൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ കൊടുക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു സൂചിപ്പിച്ച വളരെ വിശാലമായി പറയേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹമായി അവൻ നമ്മിലേക്ക് തന്ന സമ്പത്താണ്. ഈ സമ്പത്ത്, അനുഗ്രഹമായി തന്ന സമ്പത്ത്, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, ആ വിഭാഗങ്ങൾക്ക്, നിശ്ചിത വിഭാഗങ്ങൾക്ക് അവരുടെ സമ്പത്തിൽ ഹഖ്ഖും മഅലൂം, ഒരു നിർണിതമായ ഓഹരിയുണ്ട്. ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും ബന്ധനസ്ഥനാക്കപ്പെട്ട അല്ലെങ്കിൽ ഉപജീവനം തടയപ്പെട്ട ആളുകൾക്കും. നാട്ടിലുള്ള കുറെ പാവങ്ങളായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സമ്പത്തുള്ളവന്റെ സമ്പത്തിൽ നിശ്ചിത ഓഹരിയുണ്ട്. അതെന്റേതല്ലേ, എന്റെ സമ്പത്തല്ലേ, എന്റെ വാപ്പ വഴി പാരമ്പര്യമായി എനിക്ക് അനന്തരമായി കിട്ടിയ എന്റെ സമ്പത്താണ്. അതിലൊന്നും അവർക്ക് യാതൊരു പങ്കുമില്ല. അല്ലെങ്കിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞാൻ രാവും പകലുമെന്നില്ലാതെ, മഴയും വെയിലുമെന്നില്ലാതെ അധ്വാനിച്ച് കഠിനാധ്വാനത്തിലൂടെ, എന്റെ പ്രയത്നത്തിലൂടെ ഞാൻ നേടിയതാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അള്ളാഹ് പറയാണ്, അങ്ങനെ നിനക്ക് നേടി നീ എടുത്തതാണെങ്കിലും നിന്റെ സമ്പത്തിൽ അവർക്ക് നിശ്ചിതമായ അവകാശമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാ സഹോദരന്മാരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, ഇത് ധനികന്റെ ഔദാര്യമല്ല, ഇത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഇത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. സമ്പത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് പറയുന്നത് ലികൈ ലാ യകൂന ദൗലതൻ ബൈനൽ അഗ്നിയാ, സമ്പത്ത് ഈ രൂപത്തെ സകാത്തിന്റെ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നത് എന്താ അറിയോ? ലികൈ ലാ യകൂന ജൗലതൻ ബൈനൽ അഗ്നിയാ, പൈസക്കാർക്കിടയിൽ, സമ്പന്നന്മാർക്കിടയിൽ മാത്രം ഇങ്ങനെ കറങ്ങിത്തിരിയാതിരിക്കാനാണ്. ഇല്ല എങ്കിൽ പൈസക്കാര് പണക്കാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുത്തും സഹകരിച്ചും സഹവർത്തിത്വത്തിലൂടെയും അവർക്കിടയിൽ ഇങ്ങനെ കറങ്ങിക്കളിക്കും. പാവപ്പെട്ടവന്റെ അടുക്കലേക്ക് ഈ സമ്പത്ത് എത്തൂല. അങ്ങനെ ആവാതിരിക്കാനാണ് ഈ സംവിധാനമെന്ന് സൂചിപ്പിക്കുകയാണ്. സക്കാത്തിനെ കുറിച്ച് പണ്ഡിതന്മാര് സൂചിപ്പിച്ചത് എന്താ അറിയോ? മതപരമായി സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഫഖാല ഹാവി സാഹിബുൽ ഹാവി വൽ ആഖറൂൻ, സാഹിബ് ഹാവിലിൽ ഫതാവയുടെ സാഹിബും മറ്റു പണ്ഡിതന്മാരും ഒക്കെ സൂചിപ്പിച്ചത് ഹുവ ഇസ്മുൻ ലി അഖദി ഷൈഇൻ മഖ്സൂസിൻ മിൻ മാലിൻ മഖ്സൂസ്, ഹുവ ഇസ്മുൻ ലി അഖദി ഷൈഇൻ മഖ്സൂസ് മിൻ മാലിൻ മഖ്സൂസ്, ഒരു നിർണിതമായ ഒന്ന്, നിർണിതമായ സമ്പത്തിൽ നിന്ന്, അലാ ഔസാഫിൻ മഖ്സൂസ, ഒരു നിശ്ചിതമായ ഇനങ്ങളിൽ നിന്ന്, ലിത്വാഇഫത്തിൻ മഖ്സൂസ, നിർണിതമായ വിഭാഗങ്ങൾക്ക്. അപ്പോ നിർണിതമായ വിഭാഗങ്ങൾക്ക് വേണ്ടി നിർണിതമായ ഇനങ്ങളിൽ നിന്ന്, നിർണിതമായ സമ്പത്തിൽ നിന്ന്, നിർണിതമായ വസ്തുക്കളിൽ, ആളുകളിൽ നിന്ന് എടുക്കുന്നതാണ് സക്കാത്ത് എന്നുള്ളത്. അവർ നിശ്ചിത വിഭാഗങ്ങൾ, നിശ്ചിത സമ്പത്തിന്, നിശ്ചിത അതിന് പ്രത്യേകതകൾ എത്തിയാൽ ആ ആളുകൾക്ക് എടുക്കേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. ഇതെടുത്താലുള്ള ഗുണമെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, നീ അവരെ അത് മുഖേന ശുദ്ധീകരിക്കുകയും അവരെ നന്നാക്കുകയുണ്ടോ. ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തിൽ നിന്ന് നീ ദാനധർമ്മം, സദഖ, സകാത്ത് നീ എടുക്കുക. തുതഹിറുഹും, അത് മുഖേന നീ അവരെ ശുദ്ധീകരിക്കുന്നു. വതുസക്കീഹിം ബിഹിം, അവരെ നീ സംസ്കരിക്കുകയും ചെയ്യുന്നു. ബിഹാ, അതുകൊണ്ട്. വസല്ലി അലൈഹിം, അവരുടെ മേൽ നീ പ്രാർത്ഥിക്കുക. ഇന്ന സ്വലാത്തക സകനുൻ ലഹും, നിന്റെ ആ ദുആ ഉണ്ടല്ലോ അതവർക്കൊരു സമാശ്വാസമാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുക. അപ്പൊ ഈ സകാത്ത് അതിങ്ങോട്ട് എടുക്കുമ്പോ
അതിങ്ങോട്ട് എടുക്കുമ്പോ ആ എടുക്കുന്നതിലൂടെ നീ അവരെ ശുദ്ധീകരിക്കുന്നു, അവരെ സംസ്കാര സമ്പന്നരാക്കുന്നു. ആരെ? ഈ സക്കാത്തിന്റെ അല്ലെങ്കിൽ സക്കാത്ത് ആരിൽ നിന്നാണോ എടുക്കുന്നത് അവരെ. അപ്പൊ അവരിൽ നിന്ന് എടുക്കുക എന്നാ പറഞ്ഞത്. നിങ്ങൾ നമസ്കരിക്കുക എന്ന് നമ്മളോടൊക്കെ പറഞ്ഞു ഇല്ലേ? നമസ്കരിക്കുക എന്ന് എല്ലാവരോടും പറഞ്ഞു. സക്കാത്തും പറഞ്ഞു. സക്കാത്ത് പറഞ്ഞപ്പോ കൂട്ടത്തു പറഞ്ഞു അത് ഓരോരുത്തർ നിങ്ങോട്ട് എടുക്കണം കേട്ടോ. കാരണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സൂചിപ്പിച്ചു നീ അവരിൽ നിന്ന് എടുക്കണമെന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുക ഗവർണറായിട്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന കുറച്ച് വസിയത്തുകളുണ്ട്. മുആദ്, നീ ആ സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടാൽ ഷഹാദത്തു നീ അവരെ ക്ഷണിക്കണം. ഞാൻ അള്ളാന്റെ റസൂലാണ് എന്ന ആ വചനത്തിലേക്കും നീ അവരെ ക്ഷണിക്കണം. അവരത് അംഗീകരിച്ചാൽ, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവരംഗീകരിച്ചാൽ, فإنهم أطاعوا لذلك فأعلمهم أن الله قد افترض عليهم 5 صلوات في كل يوم وليلة. എല്ലാ രാവിലും പകലിലുമായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം അവർക്ക് 5 നേരത്തെ നമസ്കാരം അള്ളാഹു ഫർളാക്കിയിട്ടുണ്ട് എന്നത് നീ അവരെ അറിയിക്കുക. ഫഇൻഹും അതാഉ ലിദാലിക്, അവരെ അതും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫഅലിമുഹും, നീ അവരെ പഠിപ്പിക്കുക, അറിയിക്കുക. അന്നല്ലാഹു ഇഫ്തറള അലൈഹിം സദഖാ ഫീ അംവാലിഹിം, ഓലെ സമ്പത്തില് അള്ളാഹു സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് നീ അവരെ അറിയിക്കണം കേട്ടോ. നിസ്കാരം കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയണം സക്കാത്തുണ്ട് എന്ന് പറയണം കേട്ടോ. എന്നിട്ട് പറയാണ് തുഖദ് മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരുടെ ധനികന്മാരിൽ നിന്ന് അത് നീ എടുക്കണം, പാവപ്പെട്ടവർക്ക് നീ അത് കൊടുക്കുകയും വേണം. നോക്ക്, നിങ്ങൾ യമനിലേക്ക് ഗവർണറായിട്ട് ഒരാളെ അയക്കുമ്പോൾ റസൂല് കൊടുക്കുന്ന ഉപദേശമാണ് നീ അവരുടെ അടുത്ത് നിന്നിട്ട് എടുക്കണം. നമസ്കാരം അവരോട് നീ കൽപ്പിക്കണം. അവർ അംഗീകരിച്ച് നമസ്കരിക്കുന്നവരായി തീർന്നാൽ സക്കാത്ത് നീ അവരോട് പറയണം, നീ അതെടുക്കുകയും വേണം. നോക്ക്, നിങ്ങൾ അതെടുത്ത് അതിന്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കണമെന്നാണ് സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സക്കാത്ത് എന്നുള്ളതുണ്ടല്ലോ, മുൻഗാമികളായ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ച കാര്യമാണ്. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്ത്. വജഅലനി മുബാറകൻ, എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു അല്ലാഹ്. ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും. വഔസാനി, എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. ബിസ്സലാത്ത്, എന്നോട് നമസ്കാരം വസിയത്ത് ചെയ്തിരിക്കുന്നു. വസ്സകാത്ത്, സകാത്തും വസിയത്ത് ചെയ്തിരിക്കുന്നു. മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ തട്ടിമുട്ടി കൊടുത്ത് ഇങ്ങനെ തടി തപ്പുന്ന ഏർപ്പാടുണ്ടല്ലോ, അങ്ങനെയല്ല. അത് മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സകാത്ത് കൊടുക്കാൻ എന്നോട് പഠിപ്പിച്ചിരിക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, സമൂഹത്തോട് നമസ്കാരവും സക്കാത്തും കൽപ്പിക്കുമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ സക്കാത്ത്. നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിബന്ധനകളൊക്കെ വെച്ച് ഒരുപാട് വിഭാഗങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞു. ആ സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ വലിയൊരു നഷ്ടമാണ്. വിശ്വാസികളുടെ ഗുണം പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് കൊടുക്കുന്നവർ എന്ന സൂറത്ത് മുഅ്മിനൂൻ ഓതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയം വരിച്ചിരിക്കുന്നു, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാ
എന്താ പ്രത്യേകത? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നമസ്കാരത്തിൽ ഖുശൂഓടെയാ നിസ്കരിക്കുന്നത്, ഭയഭക്തിയോടെയാ നിസ്കരിക്കുന്നത്. എന്റെ നാഥന്റെ മുമ്പിലാ ഞാൻ നിൽക്കുന്നതെന്ന ബോധത്തോടെയാ നമസ്കരിക്കുന്നത്. വല്ലദീനഹും അനിൽ ലഅ്വി മുരിളൂൻ. ലഅ്വിൽ നിന്ന്, വിനോദങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാ അവര്. വിശ്വാസികളുടെ ഗുണം പറയാ, ഇഖ്ലാസോടെ നിസ്കരിക്കുന്നു, വിനോദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവർ സക്കാത്ത് കൊടുക്കുന്നവരുമാ. വിശ്വാസികളുടെ ഗുണം ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാ. നമ്മൾക്കൊന്ന് നോക്കാം, നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടോ? സക്കാത്ത് നമ്മൾ കൊടുക്കാറുണ്ടോ? വർഷത്തിലൊടുപ്പ് റമദാനോടടുത്ത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന കുറച്ച് നാണയത്തുട്ടുകള്, ചെറിയ നോട്ടിന്റെ കെട്ടുകൾ വെച്ചിട്ട് തന്റെ മുന്നിലേക്ക് വരുന്നവന്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളോ ചെറിയ സംഖ്യകളോ അല്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിന് ഒരു വർഷം തികഞ്ഞാൽ നിശ്ചിത ഓഹരിക്ക്, നിശ്ചിത അളവിലുള്ള സമ്പത്ത് ഒരു വർഷം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ ഇത്ര ശതമാനം അർഹമായ പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് അതാ സക്കാത്ത്. അല്ലാതെ തന്റെ വീട്ടിൽ വരുന്നവന്റെ കയ്യിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളല്ല. അങ്ങനെയല്ല സക്കാത്ത് കൊടുക്കാൻ പഠിപ്പിച്ചത്. പറഞ്ഞെടുത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, നീ അത് എടുക്കണം. ഇതിന്റെ വിഭാഗത്തെ പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞല്ലോ, വൽ ആമിലീന അലൈഹ, അതിന്റെ ജോലിക്കാർ. സഹോദരന്മാരെ, ആ രൂപത്തിലാണ്, ആ രൂപത്തിൽ നമ്മള് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? നിസ്കരിക്കുന്നുണ്ട് നമ്മൾ ഇല്ലേ? ഒന്നാമത്തെ സഫിൽ, രണ്ടാമത്തെ സഫിൽ നമ്മൾ ഉണ്ടാവും. 5 വക്തിന് നമ്മൾ പള്ളിയിൽ ഉണ്ടാകും. ഇത് നമ്മൾ ചെയ്യണ്ടോ? നമ്മുടെ മഹല്ലുകളിൽ സക്കാത്തിന്റെ സംവിധാനങ്ങൾ സജീവമാണോ? നമസ്കാരത്തിന് പൂർണ്ണമായ ആളുകളുള്ള പള്ളിയിൽ, ആ മഹല്ലുകളിൽ സക്കാത്ത് സമ്പൂർണമായ രൂപത്തിൽ നടക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ 1/5 നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പുറത്തുള്ളവന്റെ അല്ല ഇപ്പുറത്തുള്ളവന്റെ, ഓന്റെ പോയിട്ടോ, ഓന്റെ അടുത്തേക്ക് നോക്കണ്ട, അവനാന്റെ അടുത്തേക്ക് നോക്കുക, നിന്റേത് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം നോക്കുക. ഇനി നോക്കിങ്ങൾ കൊടുക്കാത്ത ആളുകൾ ആരാന്നറിയോ? വിശ്വാസികളുടെ ഗുണം പറഞ്ഞ പോലെ സക്കാത്ത് കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞു. നീ അവിശ്വാസികളുടെ ഗുണം പറയാണ് അല്ലാഹു. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറയുക പ്രവാചകരെ, എനിക്ക് യൂഹാ ഇലയ്യ അന്നമാ ബശറും അന ബശറും മിസ്ലുക്കും, ഞങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്. യൂഹാ ഇലയ്യ, എനിക്ക് വഹ്യ് നൽകിയിട്ടുണ്ട്. എന്ത്? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണെന്ന് എനിക്ക് ബോധനം നൽകിയിട്ടുണ്ട്. ഫസ്തഖീമു, അതുകൊണ്ട് നിങ്ങൾ നേരെ ചൊവ്വേ ഇസ്തിഖാമത്തോടുകൂടി മുസ്ലിമീങ്ങളായി നിങ്ങൾ ജീവിക്കുക. ഫസ്തഖീമു ഇലൈഹി, ആ റബ്ബിലേക്ക് നിങ്ങൾ നേരെ ചൊവ്വേ സഞ്ചരിക്കുക. വസ്തഗ്ഫിറൂഹു, ആ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോ. നിങ്ങൾ ആ റബ്ബിനെ ഇസ്തിഖാമത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചോ. ആ റബ്ബിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോ. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വൈലെന്ന നരകം കൊണ്ട് നാശം. ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്, എനിക്ക് അല്ലാഹു വഹ്യ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആ റബ്ബിന്റെ മാർഗത്തിൽ നേരെ ചൊവ്വ ജീവിച്ചോളൂ. ആ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. അതിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന മുശ്രിക്കുകൾക്ക് നാശം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, അല്ലദീന, ആര്? ആ മുശ്രിക്കുകള്, ലാ യുതൂന സകാത്ത്, അവര് സകാത്ത് കൊടുക്കുന്നവരല്ല. ആ മുശ്രിക്കുകള് സകാത്ത് കൊടുക്കുന്നവരല്ല. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, ആഖിറത്തിനെ കുറിച്ച് അവർ നിഷേധികളുമാണ്. മുശ്രിക്കുകളുടെ ഗുണം പറഞ്ഞപ്പോ ഒരു സക്കാത്ത് കൊടുക്കാത്തവർ എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ട്. റബ്ബിന്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? വഅഖീമുസ്സലാ വആതുസ് സക്കാ, നിങ്ങൾ നിസ്കരിക്കൂ, സക്കാത്ത് കൊടുക്കൂ. വഅതീഉർ റസൂൽ, നിങ്ങൾ അള്ളാന്റെ റസൂലിനെ അനുസരിക്കൂ. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം. അള്ളാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഇതങ്ങോട്ട് കൊടുക്കണം. ആർക്ക്? അതിന്റെ അവകാശികളായ ആളുകൾക്ക്. ഈ നരകക്കാരുടെ ചില വർത്താനങ്ങളുണ്ട് ഖുർആനിൽ. അവരോട് ചോദിക്കും,
മാ സലകകും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്, നിങ്ങൾ എങ്ങനെയാ ഈ നരകത്തിലേക്ക് എത്തിയത് എന്നവരോട് ചോദിക്കുമ്പോ ഖാലൂ, അവർ പറയുന്നു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, മിസ്കീനുകളായ പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിസ്കരിക്കൂല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൂല, അങ്ങനത്തെ ഒരു ജീവിതം നയിച്ച ആളുകളായിരുന്നു ഞങ്ങളെന്ന് അള്ളാഹു സൂചിപ്പിക്കാം. മിസ്കീനിന്റെ ഭക്ഷണത്തിന്റെ പേരില് അവരെന്ത് ചെയ്യൂല, പ്രേരണ നൽകുമായിരുന്നില്ല. സഹോദരന്മാരെ, സക്കാത്ത് എന്ന് പറഞ്ഞാല് അത് അള്ളാഹു നമ്മുടെ സമ്പത്തില് ഒരു നിശ്ചിത വിഭാഗം ആളുകൾക്ക് നിർണയിച്ച അവകാശമാണ്. അത് അള്ളാഹു സൂചിപ്പിച്ചതാണ്, ഇല്ലേ? അള്ളാഹു സൂചിപ്പിച്ചതാ. എന്താ പറയണത്? ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബ് വഫിർ റിഖാബ് വൽ ഗാരിമീൻ വഫീ സബീലില്ലാഹ് വബിനസ് സബീൽ ഫരീലതം മിനല്ലാഹ് ഫരീലതം മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. ഇന്നമസ് സ്വദഖാത്ത്, തീർച്ചയായും ദാനധർമ്മങ്ങൾ, സക്കാത്ത് എന്നാൽ ലിൽ ഫുഖറാ, അത് ഫുഖറാക്കുള്ളതാണ്, വൽ മസാകീൻ, മിസ്കീനുമാർക്കുള്ളതാണ്, വൽ ആമിലീന അലൈഹാ, അതിന്റെ ജോലിക്കാർക്കുള്ളതാണ്, വൽ മുഅല്ലഫതി ഖുലൂബ്, ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾക്കുള്ളതാണ്, വഫിർ റിഖാബ്, അടിമമോചനത്തിനുള്ളതാണ്, വൽ ഗാരിമീൻ, കടക്കാർക്കുള്ളതാണ്, വഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ളതാണ്, വബിനിസ് സബീൽ, വഴിയാത്രക്കാരനുമുള്ള ഫരീളതം മിനല്ലാഹ്. ഇത് ആരെങ്കിലും എഴുതിണ്ടാക്കിയതല്ല, ഇത് അള്ളാഹ് നിയമമാക്കിയതാണ്. ഫരീളതം മിനല്ലാഹ്, അള്ളാഹുവിന്റെ നിയമമാണ് കേട്ടോ. വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹ് എല്ലാം നന്നായി അറിയുന്നവനും യുക്തിജ്ഞനുമാണ്. സഹോദരന്മാരെ, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് എത്തിച്ചിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞൊരവസ്ഥ നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് ഔട്ടായിരിക്കും. നമ്മൾ നിസ്കരിക്കേണ്ടത്, നോമ്പെടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അഞ്ചാമത്തതും അല്ലെങ്കിൽ അതിൽ ആ 5-ൽ 1 നഷ്ടപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ളത് ചെയ്തു പോകാതെ പൂർണ്ണമായി നമ്മുടെ ഇസ്ലാം ആ 5 സ്തംഭങ്ങളിൽ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ടതിന് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സക്കാത്ത് അത് നമ്മൾ അതിൻ്റെ അർഹ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാതെ, കൃത്യമായി നമ്മുടെ സമ്പത്തിൻ്റെ ആ സക്കാത്തിൻ്റെ വിഹിതം കണക്ക് കൂട്ടി കൊടുക്കാതെ നമ്മൾ പിടിച്ചു വച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മളെ ശിക്ഷിക്കും, ഇഹലോകത്തും നമുക്ക് തരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്ര മിനസ് സമാ. അവരുടെ സമ്പത്തിൻ്റെ ഓഹരി, ആ സക്കാത്ത് അവർ കൊടുക്കാതിരിക്കുകയാണ് എങ്കിൽ ഇല്ലാ മുനിഉ ഖത്ര മിനസ് സമാ, ആകാശത്ത് നിന്നുള്ള മഴ അവർക്ക് അള്ളാഹു തടയുമെന്നാണ്. അള്ളാഹ് നമുക്ക് റഹ്മത്തായി ഇറക്കിത്തരുന്ന മഴ തരാതിരിക്കാൻ വരെ, മഴ തടയപ്പെടാൻ നമ്മൾ സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വേറെ ഹദീസുണ്ട്, മാ മനഅ ഖൗമുൻ സകാത ഇല്ലാ ഇബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ. ഒരു സമൂഹം സക്കാത്ത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവരെ വരൾച്ച കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കുകയില്ല. നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ വരൾച്ച നമുക്ക് വരും. സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നാട്ടിൽ വെള്ളം കിട്ടാതെ, മഴ കിട്ടാതെ നമ്മൾ പ്രയാസപ്പെടുന്നൊരു അവസ്ഥയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മാത്രമല്ല, പരലോകത്തെത്തിയിട്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഖിയാമത്ത് നാളിൽ പരലോകത്ത് മരണത്തിന് ശേഷം റബ്ബിന്റെ അടുക്കലെത്തിയാൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, ആ ആളുകൾ ഉണ്ടാക്കി വെച്ച കൂട്ടിവെച്ച അവരുടെ സമ്പത്തുണ്ടല്ലോ, അതെല്ലാം ഒരു ഫലകമാക്കിയിട്ട് നരകത്തിലിട്ട് ചൂടാക്കി അത് വെച്ച് അവന്റെ ശരീരത്തിൽ ജിബാഹുഹും ജബീനുഹും, അവരുടെ നെറ്റിയിലും പാർശ്വങ്ങളിലും ലുഹൂറുഹും എന്നൊക്കെ ഹദീസിൽ കാണാം, പുറം ഭാഗത്തുമൊക്കെ അതുകൊണ്ട് ഇങ്ങനെ സീല് വെക്കുമെന്നാണ്. നമ്മൾ സക്കാത്ത് കൊടുക്കാതെ നമ്മൾ കൂട്ടിവെച്ചാൽ ആ സമ്പത്ത് അല്ലാഹു പരലോകത്ത് അത് നരകത്തിലിട്ട് ചുട്ടുപഴുപ്പിച്ച് അത് നമ്മുടെ ശരീരത്തിൽ സീല് വെക്കുമെന്നാണ്. ആ ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ അതിൻ്റെ അവകാശികൾക്ക് നമ്മളത് കൊടുക്കുക. ഒരാളും സക്കാത്ത് കൊടുത്തിട്ട് പാപ്പറായി പോയത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു നാട്ടിലും സക്കാത്ത് ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തതിന്റെ പേരിൽ സക്കാത്ത് കൊടുത്തോം പാപ്പരായിട്ടില്ല. എന്നാൽ പിടിച്ചു വെച്ച ആളുകളൊക്കെ പല രൂപത്തിൽ അവരുടെ സമ്പത്തുകൾ നശിച്ചു പോയത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. കൃത്യമായി നമ്മുടെയൊക്കെ മഹല്ലുകളിൽ, പള്ളികളിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചാർട്ടായിട്ട് എഴുതി വെക്കാറുണ്ട്. ഓരോ സമ്പത്തിനും കൊടുക്കേണ്ടത്. ഒരു വർഷം സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടായാൽ, കേടുകൂടാതെ നമ്മൾ കയ്യിലുണ്ടായാൽ, 590 ഗ്രാം വെള്ളിയുടെ വില ഉള്ള സമ്പത്തെത്തിയാൽ അതിന് ഇത്ര ശതമാനം, കാർഷിക വിളക്ക് ഇത്ര ശതമാനം, കച്ചവടത്തിന് ഇത്ര ശതമാനം, ഓരോന്നിനും അതിൻ്റെ ശതമാനക്കണക്കിന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൊടുത്ത് പരലോകം നേടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, റമളാൻ മാസമാണ്. ആളുകളൊക്കെ അവരുടെ ആ ഒരു വർഷത്തെ അവരുടെ സംവിധാനങ്ങളുടെ നടത്തിപ്പിനുള്ള സാമ്പത്തികം സ്വരൂപിക്കുന്നൊരു മാസമാണ്. ഒരുപാട് ആളുകൾ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഈ പള്ളിയുടെ നടത്തിപ്പിനുള്ള കളക്ഷൻ സാധാരണ നടക്കുന്നത് ഇന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെയൊക്കെ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിനു വേണ്ടി നമ്മൾ തുടങ്ങിയിട്ടുള്ള ജാമിയ അൽ ഹിന്ദ് എന്ന സ്ഥാപനത്തിൻ്റെ കളക്ഷൻ, അത് വ്യക്തികളെ കണ്ടുകൊണ്ട് യൂണിറ്റ് അടിസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ CH സെന്ററിൻ്റെ പേരിൽ എല്ലാ വർഷവും നടക്കുന്നതാണ് ഒരുപാട് നിരാലംബരായ ആളുകൾക്കുള്ള സഹായം. അതിൻ്റെയും കളക്ഷൻ ഇന്ന് ഇവിടെ അതിൻ്റെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ഓരോന്നിലേക്കും കൊടുത്തുകൊണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക്, നമ്മളെ കീശയിൽ നിന്ന് എടുത്ത് കൊടുത്ത് അവിടെ ഇടുമ്പോഴേ ഇത് നമ്മളെ അക്കൗണ്ടിൽ പരലോകത്തുണ്ടാവുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ ഇന്ന് മരിച്ചാൽ ആ പൈസ മക്കൾ എടുത്തു പോയി, അല്ലെങ്കിൽ വേറെ ആരെ എടുത്തിട്ട് അത് ഓരിച്ച് അങ്ങോട്ട് പോകും. നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് ചെയ്യാൻ ശ്രമിക്കുക. നന്മയുടെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ ദാനധർമ്മങ്ങളും ഞങ്ങൾക്ക് പരലോകത്തേക്ക് സ്വാലിഹായൊരു അമലായി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ മുഴുവൻ ദാനധർമ്മങ്ങൾക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ നന്മയുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ചെറിയ തെറ്റിന്റെ പേരിൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ റഹ്മാനെ. പരലോകത്ത് സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ ദീൻ ഉൾക്കൊണ്ടതിന്റെ പേരിൽ ലോകത്ത് പരീക്ഷിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം ആ പരീക്ഷണങ്ങളെ പരലോകത്തേക്ക് ഗുണപ്രദമാക്കി കൊടുക്കണേ റഹ്മാനെ. ക്ഷമിക്കാനുള്ള ഒരു തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അവരുടെ പാപങ്ങളെ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.